Hello guys, welcome back to channel Civil Engineering Updated. Already നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തിരുന്നു. എസ്റ്റിമേഷൻ്റെ 2 സെറ്റ് നമ്മൾ നോക്കി. സെക്കൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് സെക്ഷനാണ്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, ഫോർ സപ്ലൈ ലൈൻ ഈസ് മെഷേർഡ് ഇൻ ബാഗ്സ് ഓഫ് ദ 50 kg ആണോ, ഓർ ക്യൂബിക് മീറ്റർ ആണോ, കിലോഗ്രാംസ് ആണോ, ഓർ ക്വിൻറ്റൽസ് ആണോ? സോ ലൈമിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കൺഫ്യൂസ് ആവാറുണ്ട്. ലൈമിനെയും സ്റ്റീലിനെയും മെഷർ ചെയ്യുന്നത് സെയിം യൂണിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഏതിലാണ് ലൈമിനെയും സ്റ്റീലിനും മെഷർ ചെയ്യുന്നത്? സ്റ്റീലിനെ ഏതാണ് മെഷർ ചെയ്യുന്നത്? ക്വിൻറ്റൽസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ലൈമിൻ്റെ സപ്ലൈയും ക്വിൻറ്റൽസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റ് ഇൻ റുപ്പീസ് ഫോർ ദ ബിൽഡിംഗ് ഓഫ് പ്ലിന്ത് ഏരിയ ഓഫ് 2000 square meter with the rate of 3800 per square meter, considered diets of 15% electrical installation and 7% miscellaneous. സോ നമ്മുടെ പ്ലിന്ത് ഏരിയയും അതിൻ്റെ യൂണിറ്റ് റേറ്റും ആണ് തന്നേക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നും, കൺഫ്യൂസ് ആയിട്ട് തോന്നും. ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പ്ലിന്ത് ഏരിയ തന്നപ്പോൾ ഈ ഏരിയനെയും ഈ ഒരു റേറ്റിനെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 3800 into 2000. ഓക്കെ, ഇതിൻ്റെ സൈഡിൽ വെച്ചേക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ആൻഡ് ദ റേറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ എത്ര? ജനറലി 8% ആണ്, പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 15 ആണ്. സോ നമുക്ക് 15 ആണ് എടുക്കേണ്ടത്. ഓക്കെ, 15% ആണ് തന്നിട്ടുണ്ട്, 15%. അപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ പ്ലസ് ഈ നമ്മുടെ പ്ലിന്ത് ഏരിയയുടെ പ്ലിന്ത് ഏരിയ പെർ യൂണിറ്റ് റേറ്റിൻ്റെ 7% ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? 2000 into 7/100 plus 3800 into 2000 into 1500, 15/100. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഷോർട്ട് ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? 3800 into 2000 into നമ്മൾ കോമൺ എടുത്തു പ്ലസ് 1 plus 0.07 plus 0.15. ഓക്കെ, സോ നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാം. 1 plus 0.07 plus 0.15. ഓക്കെ, 1.22 ആണ് കിട്ടിയിരിക്കുന്നത്. ഇൻറ്റു 3800 ഇൻറ്റു 2000. ഓക്കെ, സോ 9272 ആണ് ആൻസർ എന്ന് പറയുമ്പോൾ. സോ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻസർ എന്ന് പറയുമ്പോൾ ഇതാണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഇൻ സ്ക്വയർ മീറ്റർ ഓഫ് പ്ലാസ്റ്ററിംഗ് റിക്വയർഡ് ഫോർ 6 meter ലെങ്ത് ഓഫ് ദ വാൾ വിച്ച് ഈസ് 4 meter ഹൈ ആൻഡ് തിക്ക് ആൻഡ് 50 centimeter തിക്ക്? സോ തിക്നെസ് നമ്മുടെ ഈ പോയിന്റ് ഓഫ് കൺസിഡർ പ്ലാസ്റ്ററിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ തിക്നെസ്സിൻ്റെ ഒരു ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ലെങ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ലെങ്ത് ആൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈ എന്ന് പറയുമ്പോൾ ഇത് 6. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 6 into 4 നമ്മൾ മൈനസ് ചെയ്യും. സോ ആൻസറും ഉണ്ട് ഇതിൽ 24. നമ്മൾ മൈനസ് ഇതിനെ മാർക്ക് ചെയ്യും. പക്ഷേ ഈ ആൻസർ തെറ്റാണ്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്ലാസ്റ്ററിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫേസിലല്ലായിരിക്കും പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത്, 2 ഫേസിലായിരിക്കും പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത്. ഒന്ന് ഇതിൻ്റെ പിറകെ, ഒന്ന് ഇതിൻ്റെ മുന്നിൽ. ഓക്കെ, 2 ഫേസിലായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ 2 ഫേസ് കൺസിഡർ ചെയ്തിട്ടാണ് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത്. ഓക്കെ, അൺലെസ് ആൻഡ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ ഒരു സൈഡ് ചെയ്തില്ല, അങ്ങനെ മെൻഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഒരു സൈഡ് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ 2 സെക്ഷനും എടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 6 into 4 into 2. ഓക്കെ, ആൻസർ എന്ന് പറയുമ്പോൾ സി, അതായത് 48. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഐറ്റം ഈസ് നോട്ട് എ ലംസം ഐറ്റം? ഇതിൽ ഏതാണ് ലംസം അല്ലാത്തത്? ആർക്കിടെക്ചർ ഫീച്ചർ ആണോ, കണ്ടിജൻസീസ് ആണോ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ആണോ, പ്ലാസ്റ്ററിംഗ് ആണോ? സോ ഇതിൽ നമുക്ക് നോക്കാം. ആർക്കിടെക്ചറൽ ലംസമാണ്. കണ്ടിജൻസീസ് 3.5 ആണ് അതിൽ മെൻഷൻ ചെയ്തുകൊണ്ട് പെർസെൻറ്റേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലംസം ക്വാണ്ടിറ്റിയിൽ താഴെയാണ് കണ്ടിജൻസീസ് വരുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ, ഇത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് പോയിൻറ്റ്സിലാണ് അല്ലേ? നമ്മൾ മെഷർ ചെയ്യുന്നത് പോയിൻറ്റ്സിലാണ് അല്ലെങ്കിൽ നമ്പേഴ്സിലാണ്. ഓക്കെ, പിന്നെ പ്ലാസ്റ്ററിംഗ് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ നോട്ട് ലംസം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ലംസം അല്ല, ബാക്കി രണ്ടും ലംസമാണ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ, ഫോർത്ത് ഈ ഒന്ന് ഓപ്ഷനും കൂടെ വേണമായിരുന്നു ഇതിൽ. സി ആൻഡ് ഡി ആർ കറക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ് ടു പ്രിപ്പയർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് നമ്മൾ ഏതിനാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരുന്നത്. ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡാണോ, പ്ലിന്ത് ഏരിയ മെത്തേഡാണോ, യൂണിറ്റ് ബേസ് മെത്തേഡാണോ, ഓൾ ദ ഓപ്ഷൻസ് ആണോ? സോ ഇതിൽ ക്യൂബിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് മെത്തേഡാണ്. അതേപോലെ പ്ലിന്ത് ഏരിയ മെത്തേഡ് അപ്രോക്സിമേറ്റ് ആണ്. അതേപോലെ യൂണിറ്റ് ബേസ് മെത്തേഡ് അല്ല, റേറ്റ് മെത്തേഡാണ്. സോ യൂണിറ്റ് റേറ്റ് മെത്തേഡ് ഇതും നമ്മുടെ അപ്രോക്സിമേറ്റ് മെത്തേഡാണ്. ഓക്കെ, പിന്നെ അപ്പം നമുക്ക് പറയാം ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the value of pump after 5 years if the annual depreciation value is 200 and the cost of the pump is rupees 3000 and the useful life of the pump is 10 years. So ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇത് ജനറൽ ആണ്, വളരെ ഒന്നുമില്ല ക്വസ്റ്റ്യനിൽ. 5 ഇയേഴ്സിൻ്റെ ഡിപ്രിസിയേഷൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ എത്രയാണ് ടോട്ടൽ ഡിപ്രിസിയേഷൻ? എത്രയാവും? 5 × 500 5 ഇൻറ്റു, അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ മൈനസ് ആണ്, നമ്മൾ ഡിപ്രിസിയേഷൻ്റെ വാല്യൂ കുറയുവാണ്. സോ നമ്മൾ ഇതിനെ മൈനസ് ചെയ്യും. ഓക്കെ, സോ ഇതിനെ നോട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എത്രയെന്നാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കേണ്ടത്? 3000 എന്നാണ്. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ, ഒന്നും ഇല്ല ക്വസ്റ്റ്യനിൽ. സോ 3000 നമ്മൾ ഇവിടെ എഴുതും. 3000 മൈനസ് 5 × 200. അപ്പോൾ നമ്മൾ ആൻസർ എത്രയും ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1000 വരും. സോ നമ്മൾ 3000 1000 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2000 കിട്ടും. ഓക്കെ, വളരെ ബേസിക് ആയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് തന്നെ പേടിക്കാറുണ്ട്. ഓക്കെ, ഒന്നുമില്ല ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following estimate is carried out if sanctioned estimate exceed 5% due to change in price? So sanctioned estimate 5% exceed ചെയ്യുമ്പോൾ നമ്മൾ ഏതിലാണ് പറയുന്നത്? അല്ലെങ്കിൽ 10% ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എക്സീഡ് ചെയ്യുമ്പോൾ ഏതാണ് നമ്മൾ പറയുന്നത്? റിവൈസ് എസ്റ്റിമേറ്റ് ആണ് പറയുന്നത്. വളരെ ബേസിക് ആയിട്ട് കൺസെപ്റ്റ് ആണ്. ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് അല്ല, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് അല്ല, പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ല, റിവൈസ്ഡ് എസ്റ്റിമേറ്റിലാണ് നമ്മൾ 5% ഓഫ് സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് എക്സീഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എസ്റ്റിമേഷൻ ഓഫ് മെഷീനറി വർക്ക് ആൻഡ് എക്സ്കവേഷൻ വർക്ക് ആക്യുറസി റിക്വയർമെൻറ്റ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ആസ് കമ്പയർഡ് ടു തിക്നെസ്. നമ്മൾ മെഷീനറി കൺസ്ട്രക്ട് ചെയ്താലോ അല്ലെങ്കിൽ എക്സ്കവേഷൻ ചെയ്യുമ്പോഴോ അതിൻ്റെ ലെങ്ത് ആണോ, നമ്മുടെ ലെങ്ത്തിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് തിക്നെസ്സും വിഡ്ത്തിനെയും. അത് കുറവാണോ, കൂടുതലാണോ, ഈക്വൽ ആണോ, ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വാളിൻ്റെ സെക്ഷൻ, മെഷീനറി സെക്ഷനാണ്. ഓക്കെ, മെഷീനറി സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ ഇതിൻ്റെ തിക്നെസ്സും കൺസിഡർ ചെയ്യാം. ഓക്കെ, മെഷീനറി സെക്ഷൻ്റെ തിക്നെസ്സും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത്തും തിക്നെസ്സുമാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ. ഓക്കെ, ലെങ്ത്തും തിക്നെസ്സുമാണ് നമ്മുടെ പോയിന്റ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. പിന്നെ അതേപോലെ എക്സ്കവേഷൻ ഞാനൊരു ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ നോക്കുവാണ്. ഇവിടെ നമ്മൾ എക്സ്കവേഷൻ ചെയ്തത് എക്സ്കവേഷൻ്റെ വിഡ്ത്തിൻ്റെ ബേസിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ലെങ്ത്തിൻ്റെയും എക്സ്കവേഷൻ. സോ ലെങ്ത്ത് ഈ ഒരു ഡയമെൻഷൻ നമുക്ക് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡയമെൻഷൻ നമ്മൾ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് എക്സ്കവേഷൻ മനസ്സിലാവാൻ ഇവിടെ ഈ ഭാഗമാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇതിനെ ലെങ്ത് ആയിട്ടും ഇതിനെ വിഡ്ത്ത് ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് ഡെപ്ത്ത്. ഓക്കെ, സോ നമുക്കിപ്പോൾ നമുക്ക് ഈ പോയിന്റ് കൺസിഡർ ചെയ്ത് ഈ പോയിന്റ് ക്ലിയർ ആവും എന്താണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസിഡർ. ഇത് മെഷീനറി വർക്കാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, മെഷീനറി വർക്കാണ്. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ലെങ്ത്ത്. ഓക്കെ, ലെങ്ത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. ഓക്കെ, അതേപോലെ ഈ തിക്നെസ്സിൻ്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ നമുക്ക് 0.3 എടുക്കാം. ഓക്കെ, 0.3 എടുത്ത് നമ്മൾ 0.3യും ലെങ്ത്തിൻ്റെ വാല്യൂ 10. ഓക്കെ, നമുക്ക് കേസസ് ആയിട്ട് എടുക്കാം. ലെങ്ത്തിൻ്റെ വാല്യൂ 10 ആകുമ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം? നമ്മൾ ലെങ്ത്തിൻ്റെ വാല്യൂ 10 എടുക്കാതെ നമ്മൾ ഇതിനെ എടുത്തത് 9.8 അല്ലെങ്കിൽ 9.9 ആണ്. ഓക്കെ, അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വേരിയേഷനും വരത്തില്ല, അത്ര കൂടുതൽ വേരിയേഷൻ ഒന്നും വരത്തില്ല. ബട്ട് ഇൻ കേസ് നമ്മൾ ഇത് മാറ്റി നമ്മൾ 0.4 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേരിയേഷൻ, തിക്നെസ്സിൻ്റെ വേരിയേഷൻ ത്രൂ ഔട്ട് ദ ലെങ്ത് ആണ് വേരി ആകുന്നത്. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ത്രൂ ഔട്ട് ദ ലെങ്ത്തിലാണ് ഇത് വേരി ആവുന്നത്. സോ ഇതിൻ്റെ വാല്യൂ ഇച്ചിരെങ്കിലും മാറ്റിയാൽ നമ്മുടെ ത്രൂ ഔട്ട് ദ ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻ വരും. അപ്പോൾ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത് തിക്നെസ്
തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത്തിലാണ്, എക്സ്കവേഷൻ്റെ വിഡ്ത്തിലും അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദ മെഷീനറിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ തിക്നെസ്സിനെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. ബിക്കോസ് തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെങ്ത്തിനെയും തിക്നെസ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് തിക്നെസ്സിനാണ്. ബിക്കോസ് അത് വളരെ ചെറുതാണ്, ബട്ട് ത്രൂ ഔട്ട് ദ ലെങ്ത് ആണ് അത് വേരി ആകുന്നത്. തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത്തിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ വാല്യൂ ലെസ് ഇമ്പോർട്ടൻസ് ആണ് ദാൻ ദാറ്റ് ഓഫ് തിക്നെസ് ഓർ വിഡ്ത്ത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഫോർ എസ്റ്റിമേഷൻ ഓഫ് മെഷീനറി വർക്ക് ആൻഡ് എക്സ്കവേഷൻ വർക്ക് അക്യുറസി റിക്വയർമെൻറ്റ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ആസ് കമ്പയർഡ്. അക്യുറസി റിക്വയർമെൻറ്റ് ലെങ്ത്തിന് എത്രയാണ് അക്യുറസി വേണ്ടത്, കൂടുതലാണോ കുറവാണോ ഈക്വൽ ആണോ? ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാം, കുറവ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ലെങ്ത്തിന് കൊടുക്കുന്നത് ആസ് കമ്പയർഡ് ടു തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വശം കൂടെ റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി, നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വാൾ ഓഫ് വിഡ്ത്ത് 300 mm a wall of width 300 mm contain 2 T-junctions. The height of the wall is 3 meter. Total length of the center line method is 150 meter. And calculate the quantity of brickwork in cubic meter using central line. So central line use ചെയ്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് സെൻട്രൽ ലൈൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. സോ ഇതിനാണ് രണ്ട് ടി ജംഗ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 2 T ജംഗ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സോ 2 T ജംഗ്ഷൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ T ജംഗ്ഷൻ നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, സോ ഡയഗ്രാം കുറച്ച് പാടാണ് വരയ്ക്കാൻ. ഓക്കെ, ഞാൻ റഫായിട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, T ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിനെ നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞേക്കുന്നത് എത്രയാണ്? 300 mm. ഇതിൻ്റെ വിഡ്ത്ത് 300 mm ആണ്. ആൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. ഓക്കെ, 3 മീറ്റർ ഹൈറ്റ്, 3 mm വിഡ്ത്ത്. അപ്പോൾ ഇതിനെ നമ്മൾ 0.3 മീറ്റർ എന്നും എഴുതാം. ഓക്കെ, 0.3 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് ദ സെൻട്രൽ ലൈൻ മെത്തേഡാണ്. സെൻട്രൽ ലൈൻ മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 3 കാറ്റഗറി ഉണ്ട്. ഓക്കെ, സെൻട്രൽ ലൈൻ മെത്തേഡിൽ നമ്മുടെ 3 കാറ്റഗറി ഉണ്ട്. എൽ ജംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഡിഡക്ഷൻ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല, നോ ഡിഡക്ഷൻ ആണ്. എൽ ജംഗ്ഷൻ ആണെങ്കിൽ നോ ഡിഡക്ഷൻ ആണ്. എക്സാംസിൽ ചോദിക്കുന്നതാണ്. എൽ ജംഗ്ഷൻ ആണെങ്കിൽ നോ ഡിഡക്ഷൻ. അതേപോലെ ടി ജംഗ്ഷൻ ആണെങ്കിൽ എത്രയാണ്? ഹാഫ് ദ തിക്നെസ് ആണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. ഹാഫ് ദ തിക്നെസ് ആണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അതേപോലെ ക്രോസ് ജംഗ്ഷൻ ആണെങ്കിൽ, ക്രോസ് ആണെങ്കിൽ നമ്മൾ ഫുൾ വിഡ്ത്തിനെ അല്ലെങ്കിൽ തിക്നെസ്സിനെ ഡിഡക്റ്റ് ചെയ്യും. ഫുൾ തിക്നെസ്സിനെ ഡിഡക്റ്റ് ചെയ്യും. ഫുൾ തിക്നെസ്സിനെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ നമ്മുടെ ടി ജംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഹാഫ് ദ തിക്നെസ് ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 150 ആണ് ടോട്ടൽ ലെങ്ത് തന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ എത്ര ടി ജംഗ്ഷൻ ഉണ്ട്? 2 ടി ജംഗ്ഷൻ ഉണ്ട് അല്ലേ? 2 ടി ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ 2 ചെയ്യും ഇൻറ്റു ഹാഫ് ദ തിക്നെസ്. ഹാഫ് ദ തിക്നെസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയപ്പോൾ 0.3. ഓക്കെ, അതിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 0.3 ആണ്. ഓക്കെ, നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ലെങ്ത് കിട്ടും. ഓക്കെ, ഇതാണ് ടോട്ടൽ ലെങ്ത്. എൽ ഇൻറ്റു ബി എത്രയാണ്? ബി ഇൻറ്റു എച്ച്. ഓക്കെ, ബി എത്രയാണ്? 0.3. അതേപോലെ എച്ച് എത്രയാണ്? 3. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ആൻസർ കിട്ടുമെന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ആൻസർ എത്രയാണ് നമുക്ക് നോക്കാം. 150 minus 0.3 because 2 cancel ആയി into 0.3 into 3 134.73. ഓക്കെ, 134.73 ആണ് കറക്റ്റ് ആൻസർ. സോ ആൻസർ എന്ന് പറയുമ്പോൾ 134.73. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്, ബേസിക്കാണ്. ജനറൽ നമ്മൾ കുറേ അതിൻ്റെ ജംഗ്ഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പ്ലസ് ജനറൽ കാൽക്കുലേഷൻ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ചിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സെൻട്രൽ ലൈൻ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതാണ് നോക്കിയത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മെഷേർഡ് ഇൻ ക്യൂബിക് മീറ്റർ? ഇതിൽ ഏതാണ് ക്യൂബിക് മീറ്ററിൽ മെഷർ ചെയ്യാത്തതെന്നാണ് ചോദിക്കുന്നത്. ഇത് മീറ്റർ ക്യൂബിലാണ്. ബ്രിക്ക് വർക്ക് ആണോ, കോൺക്രീറ്റ് വർക്ക് ആണോ, എക്സ്കവേഷൻ ആണോ, പ്ലിന്ത് ഏരിയ ആണോ? സോ ബ്രിക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ക്യൂബിക് മീറ്റർ ആണ്. അതേപോലെ എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂബിക് മീറ്റർ ആണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാലും ക്യൂബിക് മീറ്റർ ആണ്. നമ്മുടെ പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിലാണ് മീറ്റർ സ്ക്വയറിലാണ്. ഇത് വളരെ ബേസിക് ആണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, സോ വിച്ച് ഇസ് നോട്ട് മെഷേർഡ്? പ്ലിന്ത് ആണ് നമ്മൾ മെഷർ ചെയ്യാത്തത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ്. ഫോർ എക്സ്കവേഷൻ ഓഫ് ബ്രിക്ക് മെഷീനറി നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ദ എൻഡ് ഓഫ് ദ റാഫ്റ്റർ അപ് ടു ദ ഏരിയ ഓഫ് സ്ക്വയർ ഇഞ്ച്. സോ നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് അപ് ടു ദ ഏരിയ ഓഫ് സ്ക്വയർ ഇഞ്ച് ഓഫ്
50 ആണോ 72 ആണോ 180 ആണോ 44 ആണോ. സോ നമുക്ക് ബിഗ് മെഷീനറി കൺസിഡർ ചെയ്യുമ്പോൾ ലെസ് ദാൻ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, ബ്രിക്ക് മെഷീനറി കൺസിഡർ ചെയ്യുമ്പോൾ 500 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതിൻ്റെ താഴെയാണ് നമ്മൾ ബ്രിക്ക് മെഷീനറി നമ്മൾ ഡിഡക്ഷൻ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, സോ 500 നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനാണ് എടുത്തിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ ഇഞ്ചിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 2.54 ഇൻറ്റു 2.54 കൺസിഡർ ചെയ്യും. ഓക്കെ, 2.54 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, 500 ഡിവൈഡഡ് ബൈ 2.54. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ചിലപ്പം ആൻസർ മിസ്റ്റേക്ക് വരും. 2.54 ഇൻറ്റു 2.54 6.45 നമ്മൾ ഡിവൈഡ് ചെയ്യും 6.45. സോ 77.5 ആണ് ആൻസർ എന്ന് പറയുന്നത്. 7.5 എന്ന് പറയുമ്പോൾ 72 ആണ് ആൻസർ, നിയർ ബൈ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ. സോ ഇതിൽ ഒന്നുമില്ല, നമുക്ക് ജനറലി നോക്കുകയാണെങ്കിൽ 500 സ്ക്വയർ മീറ്ററിന് താഴെയുള്ള ഏരിയ നമ്മൾ ഡിഡക്റ്റ് ചെയ്യത്തില്ല. ബ്രിക്ക് മെഷീനറിയുടെ കേസിൽ നമ്മൾ ഇതിന് കൺവേർട്ടാണ് ചെയ്തത്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ ആണ്. സോ അതിനെ ഡിവൈഡ് ചെയ്തു 2.54 സ്ക്വയർ ആയതുകൊണ്ട് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു 2.54 ഇൻറ്റു 2.54. ഓക്കെ, അപ്പോൾ ആൻസർ നമ്മൾക്ക് ഇത് നിയർ ബൈ 6ൻ്റെ റേഞ്ചിൽ കിട്ടി. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ 6.45 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 77 സംതിങ് കിട്ടി. അപ്പോൾ നിയർ ബൈ ഏരിയ എടുക്കും നമ്മൾ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്ക്വയർ ഇഞ്ചിൽ 72 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് യൂസ്ഡ് ഇൻ പിയർ ഓഫ് 1.2 diameter and length 6 meter and pier is reinforced with 8 number bars of 25 mm diameter. സോ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, വോള്യൂം ഓഫ് പിയറിന് കോൺക്രീറ്റ് ചെയ്യാനുള്ള വോള്യൂം ആവശ്യമുണ്ട്, പ്ലസ് റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ വോള്യൂം കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ വോള്യൂം അറിയണമെങ്കിൽ, ടോട്ടൽ ക്വാണ്ടിറ്റി അറിയണമെങ്കിൽ പിയറിൻ്റെയും വോള്യൂം മൈനസ് റെയിൻഫോഴ്സിൻ്റെ വോള്യൂം നമുക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പിയറിൻ്റെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, πr²h ജനറൽ ഫോർമുല. ഓക്കെ, πr²h ആറിൻ്റെ പ്ലേസിൽ നമ്മൾ d/2 എടുക്കും. ഡി എന്ന് പറയുമ്പോൾ ഇത്രയാണ് 1.2 സ്ക്വയർ ബൈ 4 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് 6. ഓക്കെ, നമ്മൾ ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 3.14 ഇൻറ്റു 1.2 ഇൻറ്റു 1.2 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 4 6.7824. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.7824. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. റെയിൻഫോഴ്സ്മെൻറ്റ് വാല്യൂ എത്രയായിരിക്കും, റെയിൻഫോഴ്സ്മെൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ π/4 ഇൻറ്റു എത്രയാണ് 0.025 mm ആണ്. സോ മീറ്ററിൽ കൺവേർട്ട് ചെയ്തു 0.025 ഇൻറ്റു എത്ര നമ്പർ ഓഫ് ബാർസ് ആണ്, 8 നമ്പർ ഓഫ് ബാർസ് ഇൻറ്റു ത്രൂ ഔട്ട് ദ ലെങ്ത് എത്രയാണ് 6. സോ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 3.14 ഇൻറ്റു 0.025 ഇൻറ്റു 8 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇതിൽ നമ്മുടെ ഇൻറ്റു 0.025 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 0.023 കിട്ടും, ബിക്കോസ് ഇതിൽ സ്ക്വയർ ആണ്. ഓക്കെ, 0.023 കിട്ടും, 0.023 കിട്ടും. ഓക്കെ, നമ്മൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ നിയർ ബൈ ഏരിയ 6.7 സംതിങ് കിട്ടും. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് ഇതും 8 അല്ലെങ്കിൽ 9 നമുക്ക് ഇത്രയൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്കറിയാം പിയറിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, വെരി ഫാർ ഗ്രേറ്റർ കൂടുതലാണ് ദാറ്റ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് വോള്യൂം. സോ നമ്മൾ ഈ കാൽക്കുലേഷൻ കണ്ടുപിടിച്ചിട്ട് തന്നെ നമുക്ക് നിർത്താൻ പറ്റും. സോ അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആൻസർ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വാല്യൂ കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു വാല്യൂ എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ 6.8 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Calculate the quantity of earthwork for the canal of 50 meter long. Depth of the canal, two extreme section are depth of the canal at two extreme sections are 3 meter and 5 meter. The bottom width and top width of the canal are 2 meter and 4 meter. So ആദ്യം bottom width and top width നമുക്ക് നോക്കാം. ഇതാണ് തന്നിട്ടുള്ളത് 4 മീറ്റർ ആൻഡ് 2 മീറ്റർ. ബോട്ടം 4. ഇത് കനാലിൻ്റെ ഒരു നമ്മുടെ ടോപ്പും ബോട്ടമും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 എക്സ്ട്രീം പോയിൻറ്റ്സ് ആണ്. 2 എക്സ്ട്രീം പോയിൻറ്റ്സ് നമുക്ക് ഡയഗ്രാമിൽ മനസ്സിലാക്കാൻ പാടാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് നോട്ട് ചെയ്താൽ മതി. നിങ്ങൾ പിടിച്ചേക്കുന്ന പേന, അതിൻ്റെ 2 സെക്ഷൻ ഞാൻ വരയ്ക്കാം. പിടിച്ചേക്കുന്ന പേനയുടെ ഒരു സെക്ഷൻ, മറ്റേ സെക്ഷൻ. ഈ ഒരു സെക്ഷന് 5 മീറ്റർ, ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ. സോ അങ്ങനെ 2 എക്സ്ട്രീം എന്താണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൻ്റെ മിഡ് സെക്ഷൻ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മീൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ 3 + 5/2. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8/2, അതായത് 4 ആണ്. ഓക്കെ, സോ മീൻ ഡെപ്ത് നമുക്ക് കിട്ടി 4. പിന്നെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഒന്നുമില്ല, ഈ ട്രപ്പിസോയിഡിൻ്റെ ഫോർമുല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ ട്രപ്പിസോയിഡിൻ്റെ ഫോർമുല എത്രയാണ്? 4 + 2 6 × 4 × 50 ലോങ്. ലെങ്ത്തിൻ്റെ 50 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ആൻസർ കിട്ടുന്നുണ്ടോയെന്ന്. ഓക്കെ, സോ 6 × 4. 6 എന്ന് പറഞ്ഞാൽ 4 + 2 ആണ്. 6 × 4 × 50 / 2, 600. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ അങ്ങനെ 600 നമുക്ക് കിട്ടി. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. വളരെ ഈസിയാണ്, ഒന്നുമില്ല ക്വസ്റ്റ്യനിൽ. നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫ്ലോർ ഏരിയ? ഫ്ലോർ ഏരിയയിൽ നമ്മൾ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തതാണെന്ന് ചോദിച്ചിരുന്നത്. ക്ലിയർ കവറേജ് ഏരിയ ആണോ, ഏരിയ ഓഫ് ദ വാൾ ആണോ, സിൽ ഓഫ് ദ ഡോർ ആണോ, സിൽ ഓഫ് ദ വിൻഡോ ആണോ? സോ നമ്മൾ ഫ്ലോർ ഏരിയയിൽ ഏതാണ് കൺസിഡർ ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരുന്നത്. പ്ലിന്ത് ഏരിയ നമ്മൾ മൈനസ് ചെയ്യും, വാൾ ഏരിയ. സോ നമുക്ക് ക്ലിയർ കവർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോൾ പ്ലിന്ത് ഏരിയ മൈനസ് വാൾ തിക്നെസ്. ഓക്കെ, നമ്മൾ ഈ വാളിൻ്റെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല ഫ്ലോർ ഏരിയയിൽ. ഓക്കെ, ഈ വാളിൻ്റെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല വാൾ ഏരിയയിൽ. അപ്പോൾ നോട്ട് ഇൻക്ലൂഡഡ് ഏതൊക്കെയാണ്? ഏരിയ ഓഫ് ദ വാൾ, ഇതെന്തായാലും കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ വാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് സിൽ ഓഫ് ദ ഡോറും സിൽ ഓഫ് ദ വിൻഡോസും വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. വളരെ കോമൺ സെൻസ് ആയിട്ട് ഒരു ഓപ്ഷൻസ് ആണ്. സോ ആൻസർ എന്ന് പറയുമ്പോൾ 2, 3 and 4. ഓക്കെ, നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ക്ലിയർ കവർ ഏരിയയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബാക്കി വാൾ ഏരിയ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതേപോലെ സിൽ ഓഫ് ദ ഡോർ ആൻഡ് സിൽ ഓഫ് ദ വിൻഡോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ്? ഡിപ്രിസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏത് മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത്? സോ ഇതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, ഈ മെത്തഡോളജി അല്ലെങ്കിൽ ഒന്നിലും. ജനറലി നോക്കാം. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്, നമ്മൾ ബിൽഡിംഗ് ആദ്യം കൺസ്ട്രക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. വിത്ത് ഇൻക്രീസിങ് ടൈം അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ആകും. ഓക്കെ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് ഉണ്ട്, വിത്ത് ഇൻക്രീസിങ് ടൈം അത് റെഡ്യൂസ് ആകും. ഓക്കെ, അത് എങ്ങനെയാണ് റെഡ്യൂസ് ആവുന്നത്? അത് വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. അത് കോൺസ്റ്റൻറ്റ് റേറ്റിലായിരിക്കും റെഡ്യൂസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് മെത്തേഡ്, അങ്ങനെ വിചാരിച്ചാൽ മതി. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് മെത്തേഡ്. സോ ബാക്കി ഓപ്ഷൻസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് മെത്തേഡിലാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് coarse aggregate required for an isolated rectangular footing of size 3 meter into 2 meter if 1:2:4 cement concrete is used. The depth of the footing is 600 mm. So total quantity ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 3 × 4, 3 × 2. ഓക്കെ, 3 × 2 നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 6.
ഓക്കെ, 6 നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ 1:2:4 ആണ് റേഷ്യോ. ഓക്കെ, നമ്മുടെ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ 4/7 വരും. ഓക്കെ, 4/7 വരും ഇൻറ്റു. അപ്പോൾ പിന്നെ നമ്മുടെ ബേസിക്കായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, 1 വോള്യൂം ഓഫ് വെറ്റ് കോൺക്രീറ്റ് ഇസ് ഈക്വൽ ടു, വെറ്റ് കോൺക്രീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണെങ്കിൽ ഇസ് ഈക്വൽ ടു 1.5 ഓഫ് ഡ്രൈ. ഓക്കെ, 1.5 ഓഫ് ഡ്രൈ. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സോറി ഇതിൽ 0.66 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഫുട്ടിങ്ങിൻ്റെ ഡെപ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതായത് 0.6. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 × 6, അപ്പോൾ 6 × 0.6 3.6 മീറ്റർ ക്യൂബ്. ഓക്കെ, 3.6 മീറ്റർ ക്യൂബ്, 3.6 മീറ്റർ ക്യൂബ് ഇൻറ്റു ഈ ഒരു വോള്യൂം. ഈ വോള്യൂമിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടോട്ടൽ വോള്യൂം കിട്ടും? ടോട്ടൽ വോള്യൂം എന്ന് പറയുമ്പോൾ എത്രയാണ്? 3.6 × 1.54. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ഈ ഒരു വാല്യൂവിനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണെന്ന്. 3.6 × 1.54, 5.54 × 4 / 7, 3.16. ഓക്കെ, മനസ്സിലായല്ലോ, വളരെ ഈസിയാണ് ഇതും. സോ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് കണ്ടുപിടിക്കാൻ ഈ റേഷ്യോ നമുക്കറിയാം. അതിൽ കോഴ്സ് അഗ്രിഗേറ്റ് ഇതിൽ ഏതാണോ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ 1/7 എന്ന് ചെയ്യണം. അതേപോലെ കോഴ്സ് അഗ്രിഗേറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 4/7 എന്ന് ചെയ്യണം ഇൻറ്റു ടോട്ടൽ ക്വാണ്ടിറ്റി. ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ബേസിക്കായിട്ട് ഫോർമുല അറിയാം. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇല്ല, നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനിലും ഇത് ഈ വളരെ ബേസിക്കായിട്ടൊരു ഫോർമുല യൂസ് ആവാറുണ്ട്. വോള്യൂം ഓഫ് വെറ്റ് കോൺക്രീറ്റ് ഇസ് ഈക്വൽ ടു വോള്യൂം ഓഫ് 1.54 × വോള്യൂം ഓഫ് ഡ്രൈ കോൺക്രീറ്റ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇത് ഡയറക്റ്റ് നമ്മുടെ ഫോർമുല വോള്യൂം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിനെ ടോട്ടൽ വോള്യത്തിന് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ടോട്ടൽ വോള്യത്തിന് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എത്രയാണോ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 4/1000. അപ്പോൾ നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ കിട്ടി. സോ ആൻസർ എന്ന് പറയുമ്പോൾ 3.16 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് for the length of the long wall as we move from earthwork to brickwork in superstructure in long and short wall method. So ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. Its value decreases, value depends upon the length of the wall, its value increases, its value remains same. So ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഓക്കെ, ഞാൻ എന്നാലും ട്രൈ ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, നമുക്കൊരു സെക്ഷൻ എടുക്കാം. ഓക്കെ, ഇത് ലെങ്ത് ഓഫ് ദ നമ്മൾ ഇന്നത്തെ ലെങ്ത് കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ്. ലെങ്ത് ഓഫ് ദ വാൾ, ഷോർട്ട് ലെങ്ത് ഉണ്ട്, ലോങ് ലെങ്ത് ഉണ്ട്. ഓക്കെ, ഇതിൽ ലോങ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയമെൻഷനാണ്. ഇത് ഫുൾ ലെങ്ത് ഓഫ് ദ വാളാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ലോങ് ലെങ്ത്, ഇത് ഷോർട്ട് ലെങ്ത്. ഓക്കെ, നമ്മളിനി നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്നുകൂടി ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലെങ്ത് ഓഫ് ദ ലോങ് വാൾ. ലെങ്ത് ഓഫ് ദ ലോങ് വാളിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ആസ് വൺ മൂവ് ഫ്രം എർത്ത് വർക്ക് ടു ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ എർത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? താഴത്തെ ലെവലാണ്, ഏറ്റവും ഫൗണ്ടേഷൻ ലെവലാണ്. ഓക്കെ, സോ നമ്മൾ ഫൗണ്ടേഷൻ്റെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും. ഫൗണ്ടേഷൻ്റെ സെക്ഷൻ ഞാൻ വേറെ കളർ വെച്ചാണ് നോക്കുന്നത്. ഓക്കെ, ഫൗണ്ടേഷൻ്റെ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഫൗണ്ടേഷൻ്റെ സെക്ഷൻ. ഓക്കെ, ഏറ്റവും താഴത്തെ സെക്ഷൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എത്ര ലെങ്ത് ഓഫ് ദ വാൾ യൂട്ടിലൈസ് ആകും. ഇത്രയും ലെങ്ത് ഓഫ് ദ വാൾ. ലോങ് വാളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്ര ലെങ്ത് ഓഫ് ദ വാൾ യൂട്ടിലൈസ് ആകും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് സെക്ഷൻ്റെ എടുക്കുകയാണ്. ഇതിൻ്റെ താഴത്ത് തന്നെ ഇൻ്റർമീഡിയറ്റ് സെക്ഷൻ്റെ അതിൻ്റെ ലെങ്ത് ഓഫ് ദ വാൾ ഇത്ര യൂട്ടിലൈസ് ആകും, ഇത്രയും യൂട്ടിലൈസ് ആകും. ഓക്കെ, ലെങ്ത് ഓഫ് ദ വാൾ ഇത്രയും യൂട്ടിലൈസ് ആകും. പിന്നെ നമ്മൾ വാൾ ഓഫ് ദ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത്രയും യൂട്ടിലൈസ് ആകും.
നമ്മുടെ ഇത്ര ലെങ്ത് ഓഫ് ദ വാളിൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്രയും യൂട്ടിലൈസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ താഴേന്നും മേളിലോട്ട് നോക്കുകയാണെങ്കിൽ ലെങ്ത്തിൻ്റെ സെക്ഷൻ ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ, ഇൻക്രീസ് ആവുകയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം പോലെ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ വേറെ കളർ വെച്ച് വരയ്ക്കാം. ഇതിൻ്റെ ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയാണ് എക്സ്കവേഷൻ, ഇതാണ് എക്സ്കവേഷൻ, ഇത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, ഇത് സൂപ്പർ സ്ട്രക്ചർ, അതായത് ബ്രിക്ക് വർക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഏറ്റവും കൂടുതൽ ലെങ്ത് എവിടെയായിരിക്കും? എക്സ്കവേഷനിലാണ്. അതാണ് ഡയഗ്രാമിൽ കാണുന്നത്, അതാണ് ഈ കാണുന്ന സെക്ഷൻ. ഓക്കെ, ഈ കാണുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലാണ്. ഓക്കെ, ഈ ഏറ്റവും താഴത്തെ സെക്ഷൻ ഇത് ഏറ്റവും കൂടുതലാണ്. അതേപോലെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് വാല്യൂ ആയിരിക്കും, പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും. വാല്യൂ എന്ന് പറഞ്ഞാൽ കുറയും. ഓക്കെ, വാല്യൂ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏതാണ് വാല്യൂ? ഇതിനാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ, ഇതായത് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിക്ക് വർക്കിൻ്റെ ആണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ബ്രിക്ക് വർക്കിൻ്റെ ആണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ. ഓക്കെ, ബ്രിക്ക് വർക്കിൻ്റെ ആണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ, അതായത് ഈ ഒരു സെക്ഷൻ, വാളിൻ്റെ സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലെങ്ത് ഓഫ് ദ ലോങ് ലെങ്ത് കൺസിഡർ ചെയ്യുമ്പോൾ ലെങ്ത് ഫ്രം എക്സ്കവേഷൻ ടു ബ്രിക്ക് വർക്ക് ടു സൂപ്പർ സ്ട്രക്ചർ ലെങ്ത് കുറയുവാണ്. ഓക്കെ, ലെങ്ത് കുറയുവാണ്. ഓക്കെ, അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. നമ്മൾ ഇപ്പോൾ ഷോർട്ട് വാളിൻ്റെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഷോർട്ട് വാൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതേപോലെ സെക്ഷൻ വരും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ലെങ്ത്തിൻ്റെ നമ്മളാദ്യം ഈ മറ്റേ ഓൾറെഡി എക്സിസ്റ്റിംഗ് സർഫസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് ഇൻ്റർമീഡിയറ്റ്. ഷോർട്ട് വാളിന് വേണ്ടി നമുക്ക് ആദ്യം അതിൻ്റെ ബൗണ്ടറി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ഇൻ്റർമീഡിയറ്റ്, ഇത് ലെങ്ത് ഓഫ് ദ ലോങ് വാൾ. ഓക്കെ, അപ്പോൾ ഷോർട്ട് വാളിൽ നോക്കുകയാണെങ്കിൽ, ഷോർട്ട് വാളിൽ ഞാൻ ബ്ലൂ കളർ വെച്ച് വരയ്ക്കാം. ഷോർട്ട് വാളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ സെക്ഷൻ, ഓക്കെ, ഏറ്റവും മുകളിലത്തെ സെക്ഷനിലേക്ക് എത്രയായിരിക്കും ഏരിയ യൂട്ടിലൈസ് ആവുന്നത്? അതായത് ഏറ്റവും മുകളിലത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ സെക്ഷൻ എത്രയായിരിക്കും യൂട്ടിലൈസ് ആവുന്നത്? ഏറ്റവും താഴത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും യൂട്ടിലൈസ് ആവുന്നത്. അതായത് എക്സ്കവേഷനിൽ കുറവായിരിക്കും വാല്യൂ. എക്സ്കവേഷൻ്റെ ലെങ്ത് ഓഫ് ദ ലോങ് വാൾ കൂടുതലാണ്, അതേപോലെ ഷോർട്ട് വാളിൽ എക്സ്കവേഷൻ്റെ ലെങ്ത് ഓഫ് ദ വാല്യൂ കുറവാണ്. അതേപോലെ നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ എത്രയാണ്? ലെങ്ത് ഓഫ് ദ വാല്യൂ ഇച്ചിരി കൂടെ കൂടി. ഓക്കെ, ലെങ്ത് ഓഫ് ദ വാല്യൂ ഇച്ചിരി കൂടെ കൂടി. ഓക്കെ, അതേപോലെ ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണ് ഷോർട്ട് വാൾ ഉള്ളത് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെങ്ത് കൂടും. സോ ഇത് നമുക്ക് മനസ്സിലാവാൻ കുറച്ച് ഇച്ചിരി പാടാണ്, ബിക്കോസ് ഇത് 3Dയിൽ കണ്ടാലേ നമുക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പോസ് ചെയ്ത് അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ എക്സ്കവേഷനും ഇൻ്റർമീഡിയറ്റ് വാല്യൂവും ബേസ് വാല്യൂ അല്ലെങ്കിൽ ബ്രിക്ക് വർക്ക് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബ്രിക്ക് വർക്കിൻ്റെ മേളിലോട്ട് പോകുമ്പോഴായിരിക്കും, ബ്രിക്ക് വർക്കിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോഴായിരിക്കും ഇതിൻ്റെ വാല്യൂ കൂടുന്നത്. ഇൻ്റർമീഡിയറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അതേപോലെ എക്സ്കവേഷൻ്റെ വാല്യൂ കുറവായിരിക്കും. കാണാൻ പറ്റും ഡയഗ്രാമിൽ എക്സ്കവേഷൻ്റെ വാല്യൂ കുറവായിരിക്കും. സോ ഇങ്ങനെയാണ് ഷോർട്ട് വാളിൻ്റെ മെത്തേഡിൽ ഡിക്രീസ് ആവും. ഷോർട്ട് വാളിൽ എങ്ങനെയാണ് നമ്മുടെ വാല്യൂ ഇൻക്രീസിങ് ആണ് ഫ്രം എക്സ്കവേഷൻ ടു ബ്രിക്ക് വർക്ക്. അതേപോലെ ലോങ് വാളിൻ്റെ വാല്യൂ എന്താണ്? ഡിക്രീസിങ് ആണ് ഫ്രം എക്സ്കവേഷൻ ടു ബ്രിക്ക് വർക്ക്. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബിക്കോസ് അത് കുറച്ച് ടഫാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, മനസ്സിലായെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ലെങ്ത് ഓഫ് ദ സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിരുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ്? സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ലെങ്ത് ഓഫ് ദ ലോങ് വാൾ ആസ് വൺ മൂവ് ഫ്രം എർത്ത് വർക്ക് ടു ബ്രിക്ക് വർക്ക്. എർത്ത് വർക്ക് ടു ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? വാല്യൂ ഡിക്രീസസ്. വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫിൽ, വാല്യൂ ഡിക്രീസസ്. ഇറ്റ്സ് വാല്യൂ ഡിക്രീസസ്. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇറ്റ്സ് വാല്യൂ ഡിക്രീസസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ആൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓഫ് ബിൽഡിംഗ് ഓഫ് ടോട്ടൽ പ്ലെൻത്ത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ഈസ് 500. ഇത് ഓൾറെഡി നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ്റെ ടൈപ്പാണ്. സോ പ്ലിന്ത് ഏരിയയുടെ റേറ്റ് സ്ക്വയർ മീറ്ററിൽ തന്നിട്ടുണ്ട് ആൻഡ് റേറ്റ് തന്നിട്ടുണ്ട് 300 square meter. The rate of the plinth area is 3000 per square meter. The cost of the water supply and contingency is 7% and 5%. Cost of the water supply തന്നിട്ടുണ്ട് and contingencies തന്നിട്ടുണ്ട് 5%. Cost of the water supply 7 ആണ്, contingencies 5% ആണ്, and cost of the construction respectively. So ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഈ രണ്ട് റേറ്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ
കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയതുപോലെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 500 ഇൻറ്റു 3000. ഓക്കെ, നമ്മുടെ പ്ലിന്ത് ഏരിയയുടെ റേറ്റ് കിട്ടി. ഇൻറ്റു 3000 ഇൻറ്റു 1. നമ്മൾ അതിൽ നോക്കി തന്നെ 1 പ്ലസ് അതിന് ഷോർട്ട് ഫോം ആയിട്ട് എഴുതുവാണ്. 1 പ്ലസ് 0.07 പ്ലസ് 0.05. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 1 പ്ലസ് 0.07 പ്ലസ് 0.05 1.12 ഇൻറ്റു 500 ഇൻറ്റു 3000 168,000 168,000 അല്ല 40 16840. ഓക്കെ, സോ അതേതാണ് ആൻസർ മാച്ച് ആവുന്നത്? ഇതാണ് കറക്റ്റ് ആൻസർ. സോ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് അറിയാവുന്നതാണ്. സോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയത് അതുപോലെ തന്നെയാണ്, അതിൽ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിംഗ് റിക്വയർഡ് ഫോർ ദ വാൾ ഓഫ് 4 മീറ്റർ ലോങ്. സോ ഇതിൻ്റെ ലോങ് തന്നിട്ടുണ്ട് 4 മീറ്റർ ആൻഡ് 3.5 മീറ്റർ ഹൈറ്റ്. ഇതിൻ്റെ 3.5 മീറ്റർ ഹൈറ്റ് തന്നിട്ടുണ്ട് ആൻഡ് തിക്നെസ് തന്നിട്ടുണ്ട് ഇത്രയും. സോ തിക്നെസ്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. തിക്നെസ് തന്നിട്ടുണ്ട് 300 mm ആൻഡ് ഇഫ് ദ റേറ്റ് ഓഫ് ദ പ്ലാസ്റ്ററിംഗ് ഈസ് 12 rupees per square meter, എന്തായിരിക്കും ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിംഗ്. സോ നമുക്കറിയാം 4 ഇൻറ്റു 3.5 ഓൾറെഡി നോക്കിയതാണ്. 3.5 ഇൻറ്റു 12. അപ്പോൾ നമുക്ക് ഒരു സൈഡിൻ്റെ റേറ്റ് കിട്ടും. ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡിൻ്റെ കിട്ടും. നമ്മൾ ഓൾറെഡി നോക്കിയത് 2 സൈഡിലാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 4 ഇൻറ്റു 3.5 ഇൻറ്റു 12 ഇൻറ്റു 2. ഓക്കെ, 3.36. സോ ആൻസർ എന്ന് പറയുമ്പോൾ 3.36 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഫോർ ദ സിൽ ഓഫ് ദ വിൻഡോ? നമ്മുടെ യൂണിറ്റ് ഫോർ മെഷർമെൻറ്റ് ഓഫ് സിൽ ഓഫ് ദ വിൻഡോ ക്യൂബിക് മീറ്റർ ആണോ, മീറ്റർ ആണോ, നമ്പർ ആണോ, സ്ക്വയർ മീറ്റർ ആണോ? ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സിൽ ഓഫ് ദ വിൻഡോനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സിൽ ഓഫ് ദ വിൻഡോനെ നമ്മൾ നമ്പേഴ്സിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് പോലെ തന്നെ സില്ലിനെ നമ്മൾ നമ്പറിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലിന്ത് ഏരിയ? പ്ലിന്ത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ്. പ്ലിന്ത് ഏരിയയിൽ ഏതൊക്കെയാണ് ഏരിയ ഇൻക്ലൂഡഡ്? ഏരിയ ഓഫ് ദ ലോഫ്റ്റ് ആണോ, ഏരിയ ഓഫ് ദ ബർസാത്തി അറ്റ് ദ ടെറസ് ലെവൽ ആണോ, കോർണീസ് ആണോ, ടവർ പ്രൊജക്റ്റിംഗ് അബൌട്ട് ടെറസ് ലെവൽ ആണോ? ടവർ പ്രൊജക്റ്റിംഗ് അബൌട്ട് ടെറസ് ലെവലിന് എന്താണ് നമ്മൾ പറയുന്നത്? മംടി എന്നാണ് പറയുന്നത്. ഓക്കെ, മംടി എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, മംടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ ഇല്ലയോ? സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ദ ലോഫ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ ഓഫ് ദ ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിൽഡിങ്ങിൽ, നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു സ്ലാബ്, ഡിവൈഡിങ് സ്ലാബ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറേജ് പോലെ വെക്കുന്നത്, അതിനെയാണ് നമ്മൾ ഏരിയ ഓഫ് ദ ലോഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഞാനിപ്പം ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സ്റ്റോറേജ് പോലെ വെക്കുന്നത്, അതിനെയാണ് നമ്മൾ ഏരിയ ഓഫ് ലോഫ്റ്റ് എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ബർസാത്തിയെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ടോ? നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. കോർണിസിന് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ടോ? ഇതിൽ പ്ലിന്ത് ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അതേപോലെ മംടിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഏരിയ ഓഫ് ദ ലോഫ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. മംടിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഏരിയ ഓഫ് ബർസാത്തിനെയാണ് നമ്മൾ പ്ലിന്ത് ഏരിയയിൽ കൺസിഡർ ചെയ്യാറുള്ളത്. ഇത് 2 ടൈപ്പിൽ ചോദിക്കാം. പ്ലിന്ത് ഏരിയ നമ്മൾ ഏതൊക്കെ എക്സ്ക്ലൂഡഡ് ആണെന്ന് ചോദിക്കാം. അപ്പോഴും നമുക്ക് ഇതിനെ എഴുതാം. അതേപോലെ ഇതെഴുതാം. ഏതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാലും ഇതെഴുതാം. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.